ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ലൈൻ ഫ്ലൈഡ് കുർത്തി എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ 3 മീറ്റർ തുണി എടുത്ത് വെച്ചിരിക്കുന്നു. ഇപ്പം തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്, 45 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടുന്നു തയ്യൽ തുമ്പിന് വേണ്ടി. സീം അലവൻസ്, പിന്നെ ഷോൾഡർ 6.5 ഇഞ്ച് 6.5 എടുക്കുന്നു. എന്നിട്ട് താഴോട്ട് ആം ഹോളിന് 6.5 എടുക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ 6.5 ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം 9.5, സീം അലവൻസ് തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടെ ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു. ഇനി നമ്മൾ ആം ഹോൾ കർവാണ് വരയ്ക്കുന്നത്. അതിന് 6.5ൻ്റെ നേർ പകുതി എടുത്തിട്ട് ആം ഹോൾ കർവ് വെച്ച് നമ്മൾ ഒരു വര വരയ്ക്കുന്നു. ഇനി നമ്മൾ ഇടവണ്ണം വേസ്റ്റ് വണ്ണം 14.5 ഇഞ്ച് ഇറക്കം എടുക്കുന്നു. അവിടെ നിന്ന് 8.5 അടയാളപ്പെടുത്തുന്ന 2 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മളിവിടെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു. എന്നിട്ട് താഴോട്ട് നമ്മൾ ലൈനാണ്, അത് ഫ്ലെയറായിട്ട് വരണം. അതുകൊണ്ട് അങ്ങനെ അതങ്ങോട്ടങ്ങ് എത്ര തുണി ഇട്ടിട്ടുണ്ടോ അത്രയും തുണി വെച്ച് നമ്മളങ്ങ് വരച്ചു കൊടുക്കും. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത തുണിയുടെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അത് ഫ്ലെയർ കൂട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് തിരിച്ച് വെച്ച് ഇങ്ങനെ വെച്ച് ചേർത്ത് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ അത് വെക്കണം. ഇടവണ്ണത്തിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ ഫ്ലെയർ ചേർക്കുന്നത്. എന്നിട്ട് അത് ഷേപ്പ് വരച്ചെടുക്കണം. അടിഭാഗം അത് ഷേപ്പ് സ്കെയിൽ വെച്ച് അങ്ങ് വരച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ വരച്ചെടുത്തിട്ട് ആ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് തുണിയെടുത്ത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 70.5 ഇഞ്ച് ലെങ്ത് എടുക്കുന്നു. ഇനി അതിന് കൈക്കുഴി എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ആവശ്യത്തിനുള്ള എടുത്തിട്ട് ലൈൻ വരയ്ക്കുന്നു. 9.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് താഴോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഒരു വര വരയ്ക്കുന്നു. ഇനി ഷേപ്പ് അടയാളപ്പെടുത്താൻ ഇനി നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. ബോട്ടം ലെന്ത് വണ്ണം താഴെ വണ്ണം 5.5 അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യും. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നെക്ക് കട്ട് ചെയ്യാനാണ്. നെക്ക് ഒരു ക്യാൻവാസ് പേപ്പറിൽ 2ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നു. എന്നിട്ട് ലൈൻ വരയ്ക്കുന്നു. 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. താഴോട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെയും 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് സ്ക്വയർ വരയ്ക്കുന്നു. ഇനി അവിടുന്ന് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഒരു 3 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട്
നമ്മൾ മുകൾ ഭാഗം വരച്ചത് കർവ് സ്കെയിൽ വെച്ച് നമ്മൾ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തുന്നു. ഇനി മറ്റേ താഴോട്ട് അടയാളപ്പെടുത്തിയത് സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി ചുറ്റിനും അടയാളപ്പെടുത്തി അത് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇതെല്ലാം വരച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് ഇങ്ങനെ കിട്ടും. അടിപൊളി ഒരു നെക്കാണ്. അപ്പോൾ ഇതിൻ്റെ അത് വെക്കണം. ഇപ്പോൾ ഇത് ബാക്ക് നെക്കും കട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാം കട്ട്